മാവേലി ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം പറഞ്ഞു. ഹാപ്പി ഓണം പറഞ്ഞു. ഹാപ്പി ഓണം പറഞ്ഞു. മാവേലി പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവൺമെന്റ് LP സ്കൂൾ മീനടത്താണ്. ഇന്ന് ഈ സ്കൂളിലെ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അത് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മനാണ്. നമുക്ക് ആ സ്കൂളിലേക്ക് പോകാം, അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കാണണം. ഏറെക്കുറെ 1913 ഈ സ്കൂൾ ഇവിടെ സ്ഥാപിതമായത്. ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് മീനടത്തിന്റെയൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ സ്കൂളാണ്. അപ്പൊ നമുക്ക് ഈ സ്കൂളിലെ വിശേഷങ്ങളൊന്ന് കാണാം. മീനടം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പഴക്കമുള്ളതും പാരമ്പര്യവും പ്രശസ്തിയുള്ളതുമായ ഗവൺമെന്റ് LPGS ആണ് ഈ കാണുന്നത്. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി കഴിപ്പിച്ച വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. രാവിലെ മുതൽ കനത്ത മഴയാണ്. അത് കാരണം എല്ലാവരും ആകപ്പാടെ പ്രയാസത്തിലാണ്. നമ്മുടെ കൊച്ചു മാവേലിയൊക്കെ റെഡിയായി നിൽക്കുന്ന കാഴ്ച നിങ്ങളൊന്ന് കാണുക. നമസ്കാരം മിസ്സേ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ വർണ്ണക്കൂടാരത്തിന്റെ പ്രോജക്റ്റിനെ പറ്റി ഒന്ന് പറയാമോ? ഇത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഫണ്ടാണ് വർണ്ണക്കൂടാരം. അത് SSK എന്ന് പറയുന്ന സർവശിക്ഷ കേരളയുടെ പ്രീ പ്രൈമറി സ്റ്റാർസ് പദ്ധതി പ്രകാരം വർണ്ണക്കൂടാരത്തിന് വേണ്ടി 10 ലക്ഷം രൂപ ചെലവാക്കി നമുക്ക് തന്നിരിക്കുന്ന ഫണ്ടാണ്. അതിന്റെ നമ്മുടെ പ്രീ പ്രൈമറി കുട്ടികളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അവർക്ക് 13 ഇടങ്ങളാണ്. 13 ഇടങ്ങളിൽ അവരുടെ ഓരോ ആക്ടിവിറ്റീസും ആ 13 ഇടങ്ങളിലായിട്ടാണ്. ആ 13 ഇടങ്ങളാണ് ഈ വർണ്ണക്കൂടാരത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഉദ്ഘാടനം നമ്മുടെ പുതുപ്പള്ളി MLA പ്രിയങ്കരനായ ചാണ്ടിയുമ്മൻ സാറാണ് നിർവഹിക്കുന്നത്. നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരു വലിയ സന്തോഷത്തിന്റെ ദിനമാണ്. ഓണം അടുത്തു വരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ LP സ്കൂളിന്റെ ഗവൺമെന്റ് LP സ്കൂളിന്റെ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. SSKയുടെ ഫണ്ട് ഉപയോഗിച്ച് പ്രീ പ്രൈമറി കുട്ടികൾക്കായിട്ട് അവരുടെ ഉല്ലാസത്തിനും സന്തോഷത്തിനും ഒക്കെ ആയിട്ട് നിർമ്മിക്കുന്ന വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം ഇന്ന് പ്രിയങ്കരനായ നമ്മുടെ പുതുപ്പള്ളിയുടെ MLA ശ്രീ ചാണ്ടിയുമ്മൻ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. സ്കൂളിനെ പറ്റി പറഞ്ഞാൽ എല്ലാ രീതിയിലും മികച്ചു നിൽക്കുന്ന ഒരു സ്കൂളാണ്. പ്രത്യേകിച്ച് ടീച്ചറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയൊരു കൂട്ടായ്മ ഇവിടെയുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് സ്കൂളുകൾക്ക് ഒന്നും ചെയ്യാൻ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം LP UP സ്കൂളുകൾ പഞ്ചായത്തിൻ്റെ അധീനതയിലും ഹൈസ്കൂളുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും കീഴിലാണ്. എങ്കിൽ പോലും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും സഹകരിക്കാനും നമ്മളെക്കൊണ്ട് കഴിയുന്ന ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ സ്കൂളിന് വേണ്ട സഹായം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു സ്കൂളാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളുണ്ട്. നമുക്കറിയാം ഓരോ സ്കൂളിനും അവർ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യത്തിലൊക്കെ ആയാലും അധ്യാപകരുടെ എസ്എമ്മിൻ്റെ അടക്കം കയ്യിൽ നിന്ന് ഫണ്ട് ചിലവാക്കുന്ന ഒരവസ്ഥയുണ്ട്. എങ്കിൽ പോലും എല്ലാ രീതിയിലും മികച്ചു നിൽക്കുന്ന നല്ല രീതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവരുടെ ഉല്ലാസത്തിനും സന്തോഷത്തിനും അവരുടെ മികവിനും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പോരുന്ന ഒരു സ്കൂളാണ് സെലീന ടീച്ചറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു വരുന്നത്. വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയുമായിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇവർ അടിച്ചു പൊളിക്കുകയാണ്. നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണണം. ഈ സ്കൂളിൽ സ്മാർട്ട് ഹൈടെക് ക്ലാസ് റൂമുണ്ട്. അതുപോലെ ശാസ്ത്രീയ സംഗീത പരിശീലനമുണ്ട്. മിതമായ നിരക്കിൽ കുട്ടികൾക്ക് വാഹന സൗകര്യം നടക്കുന്നുണ്ട്. കലാകായിക മത്സരങ്ങൾ, സൂംബ ഡാൻസ്, യോഗ, അതുപോലെ ക്ലാസ് ലൈബ്രറി സൗകര്യങ്ങളെ ഇവിടുത്തെ സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ട്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഈ സ്കൂൾ കണ്ടതാണ്. നമുക്ക് വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടന ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇന്നലെ വന്നതാണ്.
മാവേലി ഹാപ്പി ഓണം പറഞ്ഞേ. അയ്യോ പുള്ളി ഓണാശംസ പറഞ്ഞു. ഹാപ്പി ഓണം പറഞ്ഞു. ഹാപ്പി ഓണം എന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കി ഹാപ്പി ഓണം എന്ന് പറഞ്ഞു. മാവേലി പോയി എടുത്തോട്ടെ. ഇതിനെടുത്തോട്ടെ. അതെടുത്തേ മാവേലി വാ. നിങ്ങൾ ചേർന്ന് നിൽക്കുക, പുറകെ നിൽക്കുന്നില്ല. പിടിച്ചോ, കൈ പിടിച്ചോ. തുറന്നു കയറണം. അതൊക്കെ ഇതുവഴി ഇറങ്ങണം. ഇത് വേറെ അറിയാതെ വായനായിടം. കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഞാൻ പോകട്ടെ. ഓടിച്ചേ. ഓക്കെ. ബഹുമാനിയെ നമ്മുടെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിരുന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഹോളിലേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ യോഗം ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. പൂക്കളായി വിരിയണം പൂവിരിഞ്ഞ വീതികൾ പുണ്യവിധികളാകണം. ഈശ്വരനാണെൻ ബലം ഈശ്വരനാണെൻ ധനം. നമ്മുടെ വർണ്ണക്കൂടാരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഏറ്റവും ബഹുമാനായ MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവരുകൾ നിർവഹിക്കുന്നു. അതിനായി പ്രിയപ്പെട്ട MLA സാർ ക്ഷണിക്കുകയാണ്.
ഏറ്റവും പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മോഹൻ ചന്ദ്രൻ അവർ, പ്രിയപ്പെട്ട വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീമതി സിന്ധു വിശ്വൻ അവർ, പ്രിയപ്പെട്ട AEO ശ്രീ ബിജുമോൻ KS അവർ, DPO ഡോക്ടർ അനിത S, ശ്രീ രാജേഷ് ബാബു G, ശ്രീ ദിലീപ് EK, ഏറ്റവും പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് ശ്രീമതി സരീന ജോൺ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മീനൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പഴക്കമുള്ളതും പാരമ്പര്യവും പ്രശസ്തിയുമുള്ള നമ്മുടെ ഗവൺമെന്റ് LPGS മികച്ച പ്രവർത്തനത്തിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളുടെ നിലവാരം അത് ഉയർത്തുവാനുള്ള സമയമാണ്. അതിന് പ്രത്യേകമായ അഭിനന്ദനം വിദ്യാഭ്യാസ വകുപ്പിനെ, ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഞാൻ അറിയിക്കുന്നു, പഞ്ചായത്തിനെ അറിയിക്കുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് മോനിച്ചേട്ടൻ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട PM സ്കറിയ അവർകളെയും അറിയിക്കുകയാണ്. കാരണം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു വർണ്ണക്കൂടാരമാണ് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒന്നാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ച ഒരു വർണ്ണക്കൂടാരമായി ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. ഇനി കളിക്കാനൊക്കെ നല്ല സ്ഥലം കിട്ടി ഇല്ലേ? കിട്ടിയോ? ദിവസം കളിക്കുവോ? അപ്പൊ പഠിക്കുന്നതിനോടൊപ്പം തന്നെ കളിക്കുവാൻ കൂടി നല്ലൊരു സ്ഥലം ഒരുക്കിയിരിക്കുകയാണ്. ഇനിയും ഇതിൽ നിന്നാൽ പോരാ, നമുക്കിതിലേറെ ഈ സ്കൂളിന് കൂടുതൽ സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. അതിനെ പൂർണ്ണമായ പിന്തുണ MLA നിലയ്ക്ക് ഞാൻ ഈ സ്കൂളിന് കൊടുക്കും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്കറിയാം, ഓണത്തോടനുബന്ധിച്ചുള്ള എല്ലാ പരിപാടികളും ഇന്ന് നടക്കുന്ന ദിവസം. ഞാനിതിപ്പോൾ 8ാമത്തെ പരിപാടി ചെയ്ത് 9ാമത്തെ പരിപാടി അടുത്തതുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് മാവേലിക്കരയും കൊല്ലവും പോയിട്ട് തിരിച്ച് 7 മണിക്ക് കോട്ടയെത്തണം. അതുകൊണ്ട് ഞാൻ നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല. പ്രിയപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. മാത്രമല്ല, ഇനി സംസാരത്തെക്കാട്ടി പ്രവൃത്തിയാണ് കാര്യം. ഇപ്പൊ പ്രവൃത്തിയിൽ നമ്മൾ മുൻപന്തിയിൽ എത്തിയിരിക്കുന്നു. പക്ഷെ ഇത് പോരാ, നമുക്കിനിയും മുന്നോട്ട് ഒത്തിരി ഓടാനുണ്ട് നമ്മുടെ സ്കൂളിന്റെ കാര്യത്തിൽ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. നമ്മുടെ വർണ്ണക്കൂടാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് നാട്ടിൻ പുറങ്ങളിലുള്ള തികച്ചും ദരിദ്ര കുടുംബങ്ങളിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്ന സ്കൂളുകളുടെ പശ്ചാത്തലം വളരെ മോശമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കളിൽ ചിലർക്കൊക്കെ എങ്കിലും ഉണ്ട്. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളിലായി ബഹുമാനപ്പെട്ട സർക്കാരും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾ, ത്രിതല പഞ്ചായത്തുകളുടെയൊക്കെ ഇടപെടലുകളിലൂടെ
ഇന്നിപ്പോൾ നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷങ്ങളിലുള്ള ഗവൺമെൻറ് സ്കൂളുകളിലെല്ലാം തന്നെ പ്രൈവറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളേക്കാളൊക്കെ മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തനം നടന്നു വരുന്നത്. എല്ലാ മേഖലകളിലും, അതായത് ഇലക്ട്രോണിക് സംവിധാനം വന്നു കഴിഞ്ഞപ്പോൾ ആ ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക് നമ്മുടെ സ്കൂളുകളെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചു. തുടർന്ന് ആ മേഖലയിലും പടി അപ്പുറം കടന്നു കഴിഞ്ഞപ്പോൾ ആ മേഖലയിലേക്ക് കടന്നുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കുന്നതിലേക്കുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. ഇതെല്ലാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് പഞ്ചായത്തുകൾ, ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിലൂടെ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളെല്ലാം ഇന്നിപ്പോൾ നാട്ടിൻപുറങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ഏതാണ്ട് 10 ലക്ഷം രൂപ മുടക്കി ചെലവഴിച്ചുകൊണ്ട് ഇവിടെ പണി പൂർത്തീകരിച്ചിരിക്കുന്ന ഈ വർണ്ണക്കൂടാരം, നമുക്കറിയാം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് PTA പ്രസിഡന്റ്, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീ ദിലീപിൻ്റെ ആ മനസ്സിൽ വിരിഞ്ഞിരിക്കുന്ന ആ കലാസൃഷ്ടിയാണ് നമ്മുടെ സ്കൂളിന് മുന്നിൽ ഇന്നിപ്പോൾ നമുക്കായി സമർപ്പിച്ചിരിക്കുന്ന വർണ്ണക്കൂടാരം എന്ന് പറയുമ്പോൾ അത് ഏറെ അഭിമാനകരമായ ഒരു സംഗതി തന്നെ. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ സർക്കാരിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ബഹുമാനായ MLA ഇവിടെ സൂചിപ്പിച്ചു, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ശൈലിയിലേക്ക് മാറ്റിയെടുക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവണം, കുട്ടികളെ മാനസികമായി വികസിപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി സർക്കാർ ഇതൊരു പദ്ധതി നടപ്പിലാക്കുന്നുവെങ്കിൽ തീർച്ചയായും അന്താരാഷ്ട്ര നിലവാരത്തോട് കൂടിയതും എന്നാൽ നമ്മുടെ നാട്ടിൻപുറത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ഒരു വർണ്ണക്കൂടാരം, അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര നിലവാരം എന്ന് പറയുമ്പോൾ വളരെ വലിയ കാഴ്ചപ്പാടോട് മുന്നോട്ട് പോകണം. അതിനനുസൃതമായിട്ട് നമ്മുടെ കുട്ടികളെ പെട്ടെന്ന് വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. എന്നാൽ മറിച്ച് നമ്മുടെ പ്രാദേശികമായി നാട്ടിൻപുറത്ത് പഴയ കാലത്തെയും പുതിയ കാലങ്ങളെയും ഓർമ്മിപ്പിക്കുകയും അതിനനുസൃതമായിട്ട് കുട്ടികൾക്ക് ബുദ്ധിപരമായും മാനസികപരമായും കായികപരമായും ഒക്കെ വികസനം അവരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇന്നിപ്പോൾ അവിടെ നടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ഈ വർണ്ണക്കൂടാരത്തിലൂടെ തീർച്ചയായും വരും തലമുറകൾക്ക് വളരെ വലിയ പ്രയോജനകരമായ പ്രവർത്തനങ്ങൾ ഈ വർണ്ണക്കൂടാരത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അതിന് തക്കതായിട്ടുള്ള ആശയങ്ങളും ഒക്കെയാണ് അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. തീർച്ചയായും ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്ന നാട്ടുകാർക്കായി തുറന്നിരിക്കുന്ന ഈ വർണ്ണക്കൂടാരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ HM സെലീന ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മാർത്ഥതയോടുകൂടി തങ്ങളുടെ സഹപ്രവർത്തകരെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന് അനുസൃതമായിട്ട് തന്നെ കൂട്ടുനിന്ന് പ്രവർത്തിക്കുന്ന ഒരു PTA പ്രസിഡന്റും അംഗങ്ങളും വളരെ മെച്ചപ്പെട്ട രീതിയിൽ, ഞാൻ എല്ലാ മീറ്റിങ്ങുകളിലും പറയുന്നതാണ് ഈ ഒരു കാര്യം, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ വെച്ച് ഈ അധ്യയന വർഷത്തിലാണെങ്കിൽ പോലും 1ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തൊരു സ്കൂൾ എന്ന് പറയുന്നത് മീനടം ഗവൺമെൻറ് LP സ്കൂളാണ്. അപ്പം അത്രമേൽ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം, വിദ്യാഭ്യാസ ശൈലി നമ്മുടെ ഈ സ്കൂളിൽ നടന്നു വരുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ അത്രയും വിദ്യാർത്ഥികളെ നമുക്ക് പുതിയതായി ഇവിടെ അഡ്മിഷൻ എടുക്കുവാനായിട്ട് എത്തിച്ചേർന്നത്. അപ്പോൾ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സെലീന ടീച്ചറും ഒത്ത് പ്രവർത്തിക്കുന്ന അധ്യാപക അനധ്യാപകരും PTA അടക്കം എല്ലാവരെയും അഭിനന്ദിക്കുവാൻ കൂടി ഈ സമയം വിനിയോഗിക്കുന്നു. അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം നമ്മളിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇന്നുകൊണ്ട് നമ്മുടെ സ്കൂളൊക്കെ ആണെങ്കിൽ 10 ദിവസത്തേന് അവധിയായി നമുക്ക് അടിച്ചു പൊളിക്കാം, ഓണാഘോഷത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളിലേക്ക് തന്നെ ഞാൻ കിടക്കുന്നില്ല. എല്ലാവർക്കും തിരുവോണനാളിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് എല്ലാവിധ വിജയഭാവങ്ങളും മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. അതോടൊപ്പം മുഖ്യ പ്രഭാഷണം നടത്തുവാനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ PM സ്കറി അവരുടെ സാധനം ക്ഷണിക്കുന്നു. ഇവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ നമ്മുടെ സ്കൂളിനെ കുറിച്ചുമൊക്കെ വളരെ വിശദമായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റോട് സംസാരിച്ചു കഴിഞ്ഞു. ഞാനിനി ദീർഘമായി സംസാരിക്കുന്നില്ല. കാരണം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ സ്കൂളിന് ആവശ്യമായ ഫണ്ടുകളെല്ലാം തന്നെ, ചോദിക്കുന്ന അത്യാവശ്യ ഫണ്ടുകളെല്ലാം തന്നെ നൽകാറുണ്ട്. അല്ല ടീച്ചറെ? ടീച്ചർ എന്ത് ചെയ്യും? കാണുന്നില്ല. കാരണം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ഈ സ്കൂളിനെ സഹായിക്കാൻ കഴിയുമോ ആ വിധത്തിലൊക്കെ സഹായിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളാണ്. അപ്പോൾ നമുക്ക് സ്കൂളിനോടൊരു പ്രത്യേക താല്പര്യവും ഇഷ്ടവുമുണ്ട്. അപ്പോൾ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ നിന്ന് വ്യത്യാസമായി നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്.
അതിൻ്റെ കാരണവും സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച, ഇവിടെ ഫണ്ട് അനുവദിപ്പിച്ച് ഇവിടെ ഈ വർണ്ണക്കൂടാര പദ്ധതി ഇവിടെ നടപ്പിലാക്കിയ നമ്മുടെ ബഹുമാന്യരായ സംഘാടകരോടും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നു. അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നൽകുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ പ്രഥമ അധ്യാപിക സെലീന ടീച്ചർ, മറ്റ് അധ്യാപകര്, അനധ്യാപകര്, ഇവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കള്, ഏറ്റവും വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മുടെ ഓണം ഏതാണ്ട് അവധി, പ്രസിഡന്റ് പറഞ്ഞ പോലെ അവധിയിലേക്ക് കടക്കുകയാണ്. അതിന്റെ സ്കൂളിലെ അവസാന ഭാഗം എന്ന നിലയ്ക്ക് ഓണാഘോഷ പരിപാടിയും ഏറ്റവും പ്രാധാന്യമേറിയ വർണ്ണക്കൂടാരത്തിന്റെ നിങ്ങൾക്ക് തുറന്നു തരുന്ന ആ ഉദ്ഘാടന ചടങ്ങും ഇവിടെ നടന്നിരിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, അതിലൊക്കെ അതിൽ കൂടി കയറി ഇറങ്ങി നടന്നപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ചിരുന്നുവെങ്കിൽ അല്ലേ, എന്തെല്ലാം സൗകര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഉള്ളത്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് പഠനത്തിലും നിങ്ങളുടെ മറ്റ് കാര്യങ്ങളിലും ഒക്കെ മികവ് പുലർത്തുന്നതിന് വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കി സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇതൊക്കെ ഒരുക്കി തരുന്ന അധ്യാപകരോട്, നിങ്ങളെ ഇവിടേക്ക് പറഞ്ഞു വിടുന്ന നിങ്ങളുടെ മാതാപിതാക്കളോടൊക്കെ ഒരു പ്രതിബദ്ധത ഉണ്ടായിരിക്കണം അല്ലേ. അവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അവരെന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് അത് പൂർത്തീകരിച്ച് കൊടുക്കുവാനുള്ള വലിയൊരു ബാധ്യത നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പൊ നന്നായി പഠിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അല്ലേ. വർണ്ണക്കൂടാരം എത്ര മനോഹരമാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിലുള്ളത്. നിങ്ങൾക്ക് ഉല്ലസിക്കാൻ, നിങ്ങളുടെ മാനസികോല്ലാസം അല്ലേ, മാനസിക വളർച്ചയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും നിറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഞങ്ങളുടെ സ്കൂളിലുണ്ട്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിലേക്ക് എല്ലാവരും വരണം. മറ്റു കുട്ടികളെയും കൂടെ ചേർത്ത് നമ്മുടെ സ്കൂളിന് ധാരാളം കുട്ടികളെ, ധാരാളം വിദ്യാർത്ഥികളിലേക്ക് വരുവാനുള്ള ആ സാഹചര്യവും കൂടി ഒക്കെ ഒരുക്കി കൂട്ടുകാരോടൊക്കെ ഇതൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ, പൊതുവിദ്യാലയത്തിലെ സൗകര്യങ്ങൾ ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ധാരാളം കുട്ടികൾ വരുവാനും ഇവിടെ വരുമ്പോൾ ഇതൊക്കെ പ്രയോജനകരമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. ഇവിടെ നമ്മുടെ പ്രസിഡന്റും നമ്മുടെ MLA ഒക്കെ സൂചിപ്പിച്ചതുപോലെ നല്ല അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കടക്കുവാനുള്ള ആദ്യ പടിയായി നമ്മളിവിടെ ഇപ്പോ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് പഞ്ചായത്തിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് എല്ലാ സൗകര്യങ്ങളും ടീച്ചർ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ടും അങ്ങനെ തന്നെ നമ്മുടെ സ്കൂളിനെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതൊക്കെ പ്രയോജനകരമായ രീതിയിൽ പ്രാവർത്തികമാക്കുവാൻ എല്ലാവർക്കും, ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ല ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്മയുടെ സ്നേഹത്തിന്റെ ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ PTA പ്രസിഡന്റ് വലിയൊരു കലാകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ ഒരു വർണ്ണമാണ് നമ്മുടെ ഈ സ്കൂളിന്റെ മുറ്റത്ത് നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു അധ്യാപകരുടെ ഒരു കൂട്ടം അല്ലേ, അതുകൂടെ ചേർന്നപ്പോൾ നമ്മുടെ പ്രഥമ അധ്യാപികയായ സെലീന ടീച്ചറോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റ് അധ്യാപകര്, അപ്പോൾ അവർക്ക് എല്ലാവർക്കും എല്ലാവിധമായ ആശംസയും നേരുന്നു. അതോടൊപ്പം ഇതിന് മുൻകൈ എടുത്തതിന്റെ ഈ വർണ്ണക്കുടാരത്ര മനോഹരമാക്കിയ ദിലീപിന് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധമായ ഓണാശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രസിഡന്റ് കൂടിയായ ശ്രീമതി സിന്ധു വിശുദ്ധ അവരെ സാദരം ക്ഷണിക്കുകയാണ്. ശ്രീ അൻസൽ പാളു, ലാലു പീറ്റർ ഏറ്റവും ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു ഞങ്ങളുടെ ഉപഹാരം സ്വീകരിക്കുന്നതിനായി. അടുത്തതായി നമ്മുടെ PTA പ്രസിഡന്റും പ്രിയങ്കരനുമായ ശ്രീ ദിലീപ് EK ക്ഷണിച്ചുകൊള്ളുന്നു. ഉപഹാരം വയ്ക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു.
നന്ദി ഞങ്ങളുടെ സ്കൂളിന്റെ പേരിലും ഈ മീറ്റിംഗിന്റെ പേരിലും അറിയിച്ചുകൊള്ളുന്നു. ഇപ്പം വർണ്ണക്കൂടാരം പദ്ധതി എന്താണ് എന്നുള്ളത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ സ്കൂളുകളിലും, എല്ലാ സർക്കാർ സ്കൂളുകളിലും സമഗ്ര ശിക്ഷ കേരള ഇതിൻ്റെ പദ്ധതിയുടെ സ്റ്റാർട്സ് പദ്ധതിയുടെ ഭാഗമായി 10 ലക്ഷം രൂപ മുതൽ ചിലവഴിച്ച് പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ഇടമാണ്, അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് വർണ്ണക്കൂടാരം. അതിൽ 13 വ്യത്യസ്ത ഇടങ്ങൾ ആണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരു കുട്ടിയിൽ അവൻ ചെറുപ്പകാലത്ത് തൊട്ട് ഉണ്ടാകുന്ന 13 തരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ കഴിവുകളെ പുറത്തേക്കെടുക്കുന്നതിനും അത് അവതരിപ്പിക്കുന്നതിനുമുള്ള വിവിധ ഇടങ്ങളാണ് ഈ 13 ഇടങ്ങളിലൂടെയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിനോടും കേരള സർക്കാരിനോടും ഒപ്പം ചേർന്നുകൊണ്ട് അവതരിപ്പിക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം. അപ്പോൾ ഈ വർഷത്തെ എല്ലാ ഓണാശംസകളും എല്ലാ കൂട്ടുകാർക്കും നേർന്നുകൊണ്ട് BRC പാമ്പാടിക്ക് വേണ്ടി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി പാമ്പാടി AEO ആയിരിക്കുന്ന ഏറ്റവും ബഹുമാനായ പ്രിയപ്പെട്ട ബിജുമോൻ സാറിനെ സാദരം ക്ഷണിക്കുകയാണ്. ആദ്യം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ എന്തും അനുഭവിക്കുന്ന പദ്ധതിയും അത് തന്നെ ഉദ്ദേശിച്ചിട്ടാണ്. ഓരോന്നും നിങ്ങൾ അനുഭവത്തിലൂടെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, കണ്ണ്, മൂക്ക്, നാക്കല്, എങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾ ഇത് അനുഭവിച്ച് ആസ്വദിക്കുമ്പോൾ, അറിയുമ്പോൾ അത് നിങ്ങളുടെ ഓർമ്മയിൽ എന്നും നിൽക്കും. കാരണം നിങ്ങളൊക്കെയും മിടുമിടുക്കന്മാരായി നമ്മുടെ നാടിൻ്റെ മുതൽക്കൂട്ടുകളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട എല്ലാവരും ക്ഷീണിച്ചോ? നമുക്ക് ഓണമൊക്കെ ഉണ്ടേ. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാകും അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ ഈ പൊതുയോഗമൊക്കെ അവസാനിക്കുന്നതിന് ഒരു പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. അപ്പം കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. കേൾക്കുന്നുണ്ടോ? ആ, അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഇവിടെ പരിപാടി നടത്തിയത്? നമ്മുടെ സ്കൂളിൽ വർണ്ണക്കൂടാരത്തിൻ്റെ ഉദ്ഘാടനം, അതുപോലെ നമുക്കൊരു മികച്ച രീതിയിലുള്ള ഓണ സദ്യയുണ്ട്, ഓണാഘോഷ പരിപാടികളുണ്ട്. അതിനെല്ലാവരും തയ്യാറായിട്ടല്ലേ വന്നിരിക്കുന്നേ? അയ്യോ, ഇതെന്നാ രാവിലെ ആരും ഒന്നും കഴിച്ചിട്ടില്ല വന്നേ? ഒന്ന് ഉറക്കം മൂളിക്കേ. ആ, അപ്പോൾ കൃതജ്ഞത രേഖപ്പെടുത്തുക എന്ന കർത്തവ്യത്തിന് ഞാൻ പോകുന്നില്ല. നമുക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ആരാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ വർണ്ണക്കൂടാരം ചാണ്ടി ഉമ്മൻ സാർ ആരാണ്? വെരി ഗുഡ്. അപ്പം പുതുപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ സാറാണ് നമ്മുടെ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തത്. ചാണ്ടി ഉമ്മൻ സാറിന് ആദ്യം തന്നെ ഒരു കൃതജ്ഞത രേഖപ്പെടുത്താം. ഞാൻ ഇതിലേക്ക് ഒന്ന് കൈയടിച്ചേ, ഞാനൊന്ന് കേൾക്കട്ടെ. വെരി ഗുഡ്. അപ്പം ചാണ്ടി ഉമ്മൻ സാറിനെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയത് ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മോനിച്ച സാറ്, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ സാറ്, അതുപോലെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന സിന്ധു ചേച്ചി, പിന്നെ നമ്മുടെ AEO സാറ് ഇപ്പം നമ്മൾ പ്രസംഗിച്ചില്ലേ. പിന്നെ നമുക്ക് കോഴിമുട്ടയുടെയും പശുവിൻ്റെയും കാര്യം പറഞ്ഞ ആരാ? രാജേഷ് സാറ് അല്ലേ? അപ്പം BSCയുടെ സാറാണ് സാറ്. അപ്പം സാറിനൊക്കെ ഒരുപാട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ പരിപാടിയൊക്കെ ഒരു വൻപിച്ച വിജയമാക്കണ്ടേ? അപ്പം ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാണ്. ആരും മിണ്ടുന്നില്ല.
എന്നാൽ ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാം. അപ്പം നമ്മളൊക്കെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരണം. എല്ലാ മക്കൾക്കും നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും മനോഹരമായ ഒരു സുദിനമായിട്ട് ഇത് മാറട്ടെ. നമ്മുടെ വർണ്ണക്കൂടാരം കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒന്നും ആഘോഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിന് നമ്മുടെ പഠന രീതിയാകുന്ന രീതിയിൽ നമ്മുടെ പാഠ്യേതര ഭാഗങ്ങളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സാറ് പറഞ്ഞ പോലെ 13 ഇടങ്ങളാണ് നമ്മുടെ സ്കൂളിൽ ഇതിനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഓരോ ഇടങ്ങളിലും അതിൻ്റെ വ്യക്തമായ പേരെഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വ്യക്തമായി ടീച്ചറിനോട് ചോദിക്കണം. ടീച്ചറിനെ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണം. അപ്പം ഈ അനീഷ ടീച്ചറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എപ്പോഴും ടീച്ചർ അതെന്നാ ടീച്ചർ ഇതെന്നാ ടീച്ചറെന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചോ. അപ്പം അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് ഞങ്ങൾ അവിടെ ഈ ക്ലാസ്സിന് പറഞ്ഞതെന്നറിയോ, കുട്ടികളൊക്കെ ഇതിലൊക്കെ കയറി വീണോട്ടെ. നമ്മൾ വീഴുമ്പോഴത്തേക്കിന് അന്ന് രക്ഷകർത്താക്കളൊക്കെ വന്ന് പറയും, അയ്യോ എൻ്റെ കൊച്ച് വീഴാൻ നോക്കണം, എൻ്റെ കൊച്ചങ്ങനെ. അതൊന്നും പറയാൻ പാടില്ല. വീണും എഴുന്നേറ്റ് നിന്നും മുറിവ് ഉണക്കിയും ആശ്വസിച്ചും ഒക്കെ വേണം നമ്മൾ പഠിച്ച് മുന്നേറി മുന്നോട്ട് പോകാൻ. അപ്പം നിങ്ങളൊക്കെ നല്ല മക്കളായിട്ട് ഇതിനൊക്കെ അനുഭവിച്ചും അറിഞ്ഞും പഠിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരും സമഗ്ര ശിക്ഷാ വകുപ്പും എല്ലാം കൂടി ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഈ വർണ്ണക്കൂടാരം നിങ്ങളൊക്കെ കഴിവതും യൂസ് ചെയ്യണം. അതിനുള്ള ഇത് ജഗദീശ്വരൻ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ HM ടീച്ചറെ ഏറ്റവും കൂടുതൽ ഞാൻ പ്രശംസ കൊടുക്കേണ്ടത് HM ടീച്ചറിന്റെ സാറിനെയാണ്. സാർ എല്ലാ കാര്യത്തിലും ടീച്ചറിനേക്കാളും ഒന്നിനോടൊന്ന് പൊരുന്ന് നിൽക്കുന്ന ഒരു ടീച്ചറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ മുമ്പത്തേക്കാളും വലിയത് എനിക്കൊന്ന് സാറിന്റെ സ്നേഹവും സാറിന്റെ ആ ഒരു മനോഭാവത്തോടെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സാറിനായിരുന്നു. കാരണം സാറ് ടീച്ചറിനോട് പറയും അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ടീച്ചറിനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ സാറ് ടീച്ചർ വന്നില്ലെങ്കിൽ തന്നെ സാർ ഓടി വരും. ഇവിടുത്തെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു എന്നാ പറയുക, ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയാണ് സാറ്. അപ്പോൾ സാറിന് നല്ലൊരു കയ്യടി കൊടുത്ത ഈ അവസരത്തിലെ ജഗദീശ്വരൻ സാറിന് ആയുരാരോഗ്യം കൊടുക്കട്ടെ. ആ നല്ല മനസ്സിന് ഒരുപാട് നന്ദി ഉണ്ടാകട്ടെ, അല്ലേ? അപ്പം നമ്മളെപ്പോഴും സാറിനോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പം സാറിന് വലിയൊരു കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ HM ടീച്ചറ്, പിന്നെ നമ്മുടെ ഇവിടുന്ന് പഠിച്ചു പോയ പൂർവ്വ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നമ്മളെ ഇവിടുന്ന് പഠിപ്പിച്ചു പോയ ടീച്ചർമാർ, ഇവർക്കെല്ലാവർക്കും ചില കാര്യങ്ങളെല്ലാം അവരെല്ലാം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം നല്ല രീതിയിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്ത് തന്നിരിക്കുന്ന നമ്മുടെ ഒരു സിനിയായുടെ അച്ഛനാണ്. സിനിയായിയുടെ അച്ഛന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുക. സിബി ചേട്ടന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. നല്ല മനോഹരമായിട്ടല്ലേ നമ്മുടെ സ്റ്റേജ്? അല്ലേ? ഒരുപാട് നന്ദി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ കൂട്ടുകാരനായ നമ്മുടെ ചാനലിന്റെ നമുക്കറിയാം, വിനോദ് ചേട്ടനെ അറിയാമല്ലോ അല്ലേ? വിനോദ് ചേട്ടനാണ് അവിടെ മുകളിലൊക്കെ പിടിച്ചിരിക്കുന്നത്. നാളെ നമ്മുടെയൊക്കെ ഫോട്ടോ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ചിരിച്ചു നിൽക്കണം. അപ്പം വിനോദ് ചേട്ടനെ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ നിന്നോണം കേട്ടോ. അപ്പം നമ്മൾ വിളിച്ച ഉടനെ ഓടിയെത്തിയ വിനോദ് ചേട്ടനെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് എൻ്റെയൊക്കെ ഈ ഒരു വല്ലാത്ത സൗണ്ടൊക്കെ എത്ര ഗാംഭീര്യത്തോട് കേൾപ്പിക്കാൻ പറ്റുന്ന ഒരു സൗണ്ടാണ് നമ്മുടെ പ്രിയ സൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത്. ആ ചേട്ടനും ഒക്കെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്നും അന്നം വിളമ്പി തരുന്ന ആരാ? സർലാമ്മ. ഈ ഓണത്തിന് സർലാമ്മയ്ക്ക് വലിയ കൃതജ്ഞത, നല്ല നന്ദിയും രേഖപ്പെടുത്തുന്നു. അല്ലേ? രേഖപ്പെടുത്തണ്ടേ? സർലാമ്മ പണിയും കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞുകൂടി മുട്ടിപ്പോവും, അല്ലേ? അപ്പം സർലാമ്മയ്ക്ക് ഒരു വലിയ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളോടൊത്ത് സഹകരിച്ച രക്ഷിതാക്കളുണ്ട്. നമ്മൾ ഒത്തൊരുമയോടുകൂടി ഒരു ഓണാഘോഷ പരിപാടി ഇവിടെ ആസ്വദിച്ചു. ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. എന്തിനാണെന്നറിയോ? അതൊക്കെ നിങ്ങൾ കാരണം. നിങ്ങൾ ഇല കൊണ്ടുവരാമെന്ന് പറഞ്ഞു, അതൊന്നും കൊണ്ടുവന്നില്ല. ഞാൻ ഇല മേടിക്കാൻ വന്നപ്പോൾ പോയപ്പോഴത്തേക്കിന് ചാണ്ടിയമ്മൻ സാറ് വന്നു, ഉദ്ഘാടനം കഴിഞ്ഞു പോയി. അപ്പോൾ സാരമില്ല, സാറ് പറഞ്ഞ പോലെ നമ്മൾ വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യം. അപ്പം നമ്മളെല്ലാ കാര്യത്തിലും ഒരേ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോയാൽ എന്തും സാധ്യമാകുമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇനി ഒരുപാട് പറഞ്ഞൊന്നും ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. കുഞ്ഞു മക്കളുടെയൊക്കെ പരിപാടികളുണ്ട്. അവരെല്ലാം സ്റ്റേജിൽ കുഞ്ഞു പൂമ്പാറ്റകളെ പോലെ ഓടിച്ചാടി നടക്കുന്ന മനോഹരമായ ദൃശ്യ ആവിഷ്കരണം ഇവിടെ ടീച്ചർമാരൊക്കെ അവരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ടീച്ചർമാർക്കൊക്കെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.
ഒരു PTA പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബഹുമതിയാണ് എനിക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഞാൻ പഠിച്ച സ്കൂള്, എൻ്റെ അച്ഛൻ പഠിച്ച സ്കൂള് ഏതാണ്ട് ഒരു 127 വർഷത്തോളം പഴക്കമുണ്ട് നമ്മുടെ ഈ സ്കൂളിന്. അപ്പം എൻ്റെ അച്ഛൻ്റെ പ്രായത്തേക്കാൾ കൂടുതലുണ്ട് ഈ സ്കൂളിന്. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഇവിടെ ഒരു PTA പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം അവസാനമായി നമ്മുടെ ടീച്ചർ, HM ടീച്ചർ 2 വാക്ക് ഓണാശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ യോഗം അവസാനിപ്പിക്കാം. അപ്പം ബഹുമാനപ്പെട്ട HM ടീച്ചറിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. അതോടുകൂടി തന്നെ ഓണാശംസകളും ആദ്യമേ നേരുന്നു. നമ്മുടെ വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് നമ്മുടെ അവസാന ഭാഗത്തിലേക്ക് കടന്നിരിക്കുന്നു. നമുക്ക് ഈ പെട്ടെന്നുണ്ടായി മഴയും, അതായത് നമ്മുടെ MLA സാർ വരാൻ അല്പം വൈകിയതും നമ്മുടെ പരിപാടികൾക്ക് ഒരു ചെറിയ മാറ്റം വന്നു. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതായിരുന്നു എൻ്റെ കർത്തവ്യം. അതുകൊണ്ട് ഇനി നമ്മുടെ ഇവിടെ കൂടിയിരിക്കും നമ്മുടെ ഓണപരിപാടികൾ ഇനി മുന്നോട്ട് നടക്കാൻ പോകുന്നു. അതിനുവേണ്ടി വന്നുകൂടിയ എല്ലാ കുഞ്ഞുങ്ങളെയും രക്ഷകർത്താക്കളെ, എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകരെയും എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ നമ്മുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത്രയും മനോഹരമായി നമ്മുടെ ഈ പരിപാടികൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിച്ച് സ്റ്റേജ് മുതൽ ദിലീപ് പറഞ്ഞതുപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുടെ അച്ഛനായ സിബി വളരെ മനോഹരമായി നമ്മുടെ സ്റ്റേജ് അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചർമാർ എല്ലാവരും കൂടി പല ആശംസകൾ ഇവിടെ പലരെ കൊണ്ടായി ചെയ്യിച്ചത് നിങ്ങൾ വീഡിയോ ആയിട്ട് കണ്ടു കാണും. ഇതിന്റെ പിന്നിൽ ഒരുപാട് പേര് വളരെയധികം പ്രയത്നിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് മഴയുടെ പ്രതികൂല അവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നല്ലൊരു ഓണം എല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രതികൂലമായ കാലാവസ്ഥകൾ മാറി നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതിനുശേഷം കുട്ടികളുടെ ധാരാളം കലാപരിപാടികളെ ഓണസദ്യ അടക്കം ഇന്ന് ഒരു ദിവസം കുട്ടികളെല്ലാം അടിച്ചു പൊളിക്കുകയാണ്. കനത്ത മഴ വെളിയിലുണ്ടെങ്കിലും കുട്ടികളെല്ലാം ആവേശത്തിമിർപ്പിലാണ്. അപ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ ഒരുപാട് സിനിമാ പാട്ടൊക്കെ വരുമ്പോൾ കോപ്പിറൈറ്റ് പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമാ പാട്ടുള്ള വീഡിയോ ഒന്നും പരമാവധി ചാനലിൽ ഇടാത്തത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുപ്പള്ളി ടുഡേ